കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഏത് കാലത്തെയും സത്യസന്ധമായ ഒരു ജീവിതക്രമമാണ്. അതിൽ നമ്മൾ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കത്തില്ല ഈ സംഭവം. നിങ്ങൾക്ക് എന്തെല്ലാമാണോ ജീവിതത്തിൽ വേണ്ടതെന്നുള്ളത് നിങ്ങളെക്കാൾ നല്ലവണ്ണം നിൻ്റെ ദൈവത്തിനറിയാം. ദൈവം ആ സംഭവം എടുത്തു കഴിഞ്ഞാൽ അടിക്കടി വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സത്യസന്ധമായി ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പാലിക്കാനുള്ള അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, അധിക കൃപ നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ കർത്താവ് അവളെ വിശുദ്ധീകരിച്ചു. അവളുടെ വിദ്വേഷമെല്ലാം പോയി, അവളുടെ ദേഷ്യമെല്ലാം മാറി. അവൾ ശരിക്കും ഒരു വിശുദ്ധിയിലേക്ക്, അവൾ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ അവൾ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇവളുടെ ഈ മെഡിക്കൽ സീറ്റ് ഉണ്ടായത് കാരണം അന്ന് തന്നെ ആൾക്കാരെ വന്ന് എന്നെ കാണാൻ ഒരു അവസരം കിട്ടി. എനിക്ക് അന്ന് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ അവളുടെ ഈ ബയോപ്സിക്ക് വിട്ടി തൊണ്ടയിൽ ബയോപ്സി FNS ചെയ്തപ്പോൾ ഒരു മുഴ ഒരു മനുഷ്യനെ ഏക ദൈവത്തെ വിശ്വസിക്കണമെന്ന് ഒറ്റ വാക്ക് ചങ്ക് കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇന്ന് മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ ഈ കൃപാസന ശുശ്രൂഷ കൊണ്ട് പഠിച്ചെടുത്തത്. അപ്പോൾ ഒരു സാധനം എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ ഉപരി ആര് പറയുന്നു എന്നുള്ളത് പ്രശ്നമാണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രശ്നമാണ് ആര് പറയുന്നു എന്നുള്ളത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യണം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ആഡ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ കട്ട സഹിച്ചത്. അനിത ടോമി എന്താ ചെയ്തിരിക്കുന്നത്? ക്ലാസ് കേട്ടപ്പോൾ എന്ത് ചെയ്ത്? ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾ വയ്ക്കുമ്പോൾ സരിച്ചിട്ട് ദൈവത്തോട് എനിക്കുള്ള ബന്ധം മുറിഞ്ഞുപോയി. എൻ്റെ വൈരാഗ്യവും, കാര്യം ദൈവസ്നേഹമല്ലേ, അപ്പോൾ എൻ്റെ വൈരാഗ്യം, വിദ്വേഷം അതെല്ലാം കൊണ്ട് അത് മുറിഞ്ഞുപോയി. അപ്പോൾ എനിക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കണം. സങ്കടമാണ് ആളിനെ. കണ്ട ഒരാളിൻ്റെ ഇപ്പോൾ കുമ്പസാരത്തിൽ മിനിമം പശ്ചാത്താപം ഇല്ലെങ്കിൽ നിങ്ങൾ കുമ്പസാരത്തിൽ എന്താ കാര്യക്കണം? ഏറ്റവും മനുഷ്യന് വേണ്ടത് അതാണ് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്, ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. അതാണ് നല്ല കുമ്പസാരം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോമ്പുകാലമായതുകൊണ്ട് കർത്താവ് എന്നിലൂടെ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു തരികയാണ്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപ്പം ഈ അനിത ടോമിയുടെ കുമ്പസാരം കഴിഞ്ഞപ്പോൾ കുമ്പസാരക്കാരൻ പറഞ്ഞു, അനിത നിനക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതെല്ലാം ശരിയാണ്. നീ ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. നിനക്ക് എന്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ കൂടെ ഇതങ്ങോട്ട് കൂട്ടി വെക്കാൻ പാടില്ല? എന്തുകൊണ്ട് നിനക്ക് നമ്മുടെ കർത്താവ് വല്ല തെറ്റും ചെയ്താൽ, ആരെങ്കിലും കിടത്തേക്ക് കയറിയാ, ആരെങ്കിലും നിന്ദിക്കുന്ന വല്ലതും ചെയ്താൽ, ആരെങ്കിലും ഉപദ്രവിച്ച, ഒരു തെറ്റും ചെയ്യാതെ അല്ലേ കർത്താവ് ഇത്രയും അനുഭവിച്ചത്? അപ്പം നിൻ്റെ അനുഭവങ്ങളെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ കൂട്ടി വെക്കുമ്പോൾ നീ കർത്താവിൻ്റെ രക്ഷണീയമായ കൃത്യത്തിൽ പാപശാപത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ നീ പങ്കെടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ പരമപിതാവ് പ്രസാദിച്ച് കർത്താവിന് കൃപ കൊടുത്ത പോലെ നിന്നെയും കർത്താവ് കൃപ തന്നെ അനുഗ്രഹിക്കും. എന്ത് സുന്ദരമായ ഉപദേശമാണ് ആ ഉപദേശം. അനിത ടോമി അങ്ങനെ തന്നെ ഇങ്ങനെ പറയണത്. ഇവളെ സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വിട്ട ആളാണേ. റീനയാണ് വഴി പിരിച്ചിട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് വിടുന്നത്. റീനയാണ് പറഞ്ഞത് നിൻ്റെ കാര്യം കൃപാസനം മാത്രം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു, നിനക്ക് ഡിപ്രഷൻ ഇല്ലെന്ന് പറഞ്ഞ്. ഇപ്പോൾ എന്നാ പറ്റി? ഒരു കുമ്പസാരം കൂടി കഴിഞ്ഞപ്പോൾ ആൾ ഊക്കിയായി. അതിനുശേഷമാണ് വന്ന് അച്ഛനെ കാണുന്നത്. കണ്ടു കഴിയുമ്പോൾ ഞാനെന്ത് ചെയ്യണത്, ഞാൻ ഈ സംഭവം എടുത്തിട്ട് ഇവളുടെ ക്യാൻസർസ് ആയിട്ടുള്ള റിപ്പോർട്ട് അമ്മയെടുത്ത് കൊണ്ടേ കൊടുക്കും. അമ്മയുടെ മധ്യസ്ഥമല്ലേ, ആ പച്ച മഷി കൊണ്ട് ഒന്ന് വരച്ചേക്കാൻ പറയും. കാര്യം എന്താണ്, അവൾ ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളവൾ. ആ പച്ച മഷി കൊണ്ട് വരച്ചാൽ പിന്നെ ഈശോ നോക്കത്തുമില്ല, യാതൊരു ഒബ്ജക്ഷൻ ഉന്നയിക്കത്തില്ല. അതാണല്ലോ ഉടമ്പടിയുടെ രഹസ്യം എന്ന് പറയുന്നത്. അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കുകയല്ലേ. പക്ഷെ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചോളാവൻ ദൈവത്തിന് ഉറപ്പ് വേണം. അവിടെയാണ് നമ്മുടെ റിസ്ക്. അതാണ്. അല്ല ഇവിടെ കൊണ്ടുവന്ന് പശു പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്ന് പറഞ്ഞ് എഴുതി വെക്കത്തില്ല, രണ്ടും പ്രസവമാണല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ കളിയാക്കണം അങ്ങനെയാണ്. ഓരോ അണ്ണന്മാർ കിട്ടുമ്പോൾ തന്നെ കുത്തിരുന്ന് എഴുതുകയാണ്. 6 കാര്യം പറയുമ്പോൾ 60 കാര്യം എഴുതിയിട്ട് തിരിയില്ല. അവർക്ക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഇല്ല. കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഇല്ല. ചിലർക്ക് കാര്യങ്ങൾ കർത്താവ് തന്നെ ആയിരിക്കും. കർത്താവ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നീയാണ്, നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ ഇടവരുത്തരുത്, നിൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണം. അപ്പം വിഷയം മാറി. അപ്പോൾ ദൈവത്തെ ജെനുവിനാണെന്ന് മനസ്സിലാവും. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാനിത് അമ്മയോട് പറഞ്ഞു, അമ്മയെ പച്ച മഷിക്കൊന്ന് വരയിട്ടേക്കണേ, അത് ജീവിച്ച് പോട്ടെന്ന് പറയും. അതിന്നിട്ട് കൊണ്ടുവന്ന് ഈശോൻ്റെ അടുത്ത് കൊടുത്തിട്ട് വിശ്വപ്രമാണം ചെല്ലും. പിന്നെ ഒരു ബന്ധനം ഭോജനം ഡെലിവറൻസ് പ്രാർത്ഥന ചെല്ലിട്ട് അവർക്ക് കൊടുക്കും. കൊടുത്തിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാവുക, സാക്ഷ്യം വന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് എവിടെ നിന്ന് കിട്ടി? ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിത് അനിത ടോമിക്ക് പറഞ്ഞ് അമ്മ പറയേണ്ടത് സാക്ഷ്യം വന്ന് പറഞ്ഞോളാൻ പറയുന്നുണ്ട്. അപ്പോൾ സാക്ഷ്യം വന്ന് പറയാൻ വേണ്ടി അവൾ പോവുകയാണ്. പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ റിസൾട്ട് വരുമ്പോൾ എന്താ പറയണത്, FNS സാമ്പിൾ ടെസ്റ്റിലും ക്യാൻസർ ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ഇല്ല, നെഗറ്റീവ്.
അപ്പോൾ ഇതാണ് ഉടമ്പടി. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയണത്, ശാസിച്ചൊക്കെ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വഴക്കുണ്ടാവുള്ളതല്ല, നിങ്ങളെ ഈ അലംഭാവവും ആലസ്യവും ഒക്കെ മാറ്റിയിട്ട് വൃത്തിയും മെനയുമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഉടമ്പടിയിലോട്ട് വരണം. അതിനാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ്റെ സ്വഭാവം ഇതാണെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. കാര്യം എൻ്റെ സ്വഭാവം ഇതല്ല, ഞാൻ വളരെ സൗമ്യയോട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉഴപ്പായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരും. അവരൊരു സൈഡ് ആരെങ്കിലും പറഞ്ഞപ്പോൾ കേട്ടെ, എന്നാൽ ഇപ്പോൾ അവർക്ക് ഞങ്ങളുടെ കിഴക്കേ വീട്ടിൽ കിട്ടിയ അനുഗ്രഹം, പടിഞ്ഞാറ് വീട്ടിൽ കിട്ടിയ അനുഗ്രഹം, ഇനിയിപ്പോൾ നമ്മൾ മാത്രം, ഇനിയിപ്പോൾ നമുക്കായിട്ട് കുറയേണ്ട കാര്യം, നമുക്ക് എന്നാൽ നീ ഉടമ്പടി എടുക്കണമെന്ന് പറയും. ഈ ഉടമ്പടി തുടങ്ങിയ കാലം 2015, 2016 ഒരു ചേർത്തി വന്നായിരുന്നു ഇവിടെ. ഒരു മോള് പൂങ്കാവിൽ പോകാൻ പോകുന്ന വഴിക്കാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കലവൂർ ഇറങ്ങി അരക്കിൽ ചെമ്മീൻ മേടിച്ചു, ചന്തയെന്ന് ചെമ്മീനും മേടിച്ച് ഇവിടെ വന്ന് നിൽക്കി. അപ്പോൾ അതിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൊച്ച ഒന്ന് വെറുതെ വേഗം വിടണുണ്ടാക്കി, ചെമ്മീൻ ചീഞ്ഞു പോകുന്നു. എന്ത് പറയാനാണ്, അങ്ങനെയുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട് പണ്ട്. പക്ഷെ അന്ന് കൗൺസിലേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്താണ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ സൈഡായിട്ട് പോകുന്ന വഴിക്ക്, എന്നാൽ ആലപ്പുഴ അളിയൻ്റെ വീട്ടിൽ പോകുകയല്ലേ എന്നൊരു ഉടമ്പടി എടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ വഴിക്ക് പോകുന്ന വഴിക്ക് കയറിയാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ അച്ഛന്മാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, വന്ന ആൾക്കാരെ പ്രാർത്ഥിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന ഈ അകത്ത് ഇത് പെരുവഴിയല്ലേ, നാഷണൽ ഹൈവേ അല്ലേ, അപ്പോൾ പോണ വഴിക്ക് ഇവിടെ ആൾ കൂടി നിൽക്കണം, ഇതെന്താ ഇവിടെ കൃപാസനം ആണോ എന്നൊന്ന് ഇറങ്ങിയേക്കാം. അവിടെ അപ്പുറത്ത് പോയി ചായയും കുടിച്ച് ഇവിടെ വരുമ്പോഴാണ് അച്ഛനിരിക്കണം. അങ്ങനെ തലേന്ന് കാണിച്ചേക്കും. പേരെന്താ, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചെന്ന പേര്. എന്ത് ഇവൻ്റെ മിക്കവാറും പൊറുക്കാൻ കഴിക്കണം, മരിക്കാനാകും. പിന്നെ പിറ്റേ ആഴ്ചയിൽ എന്തെങ്കിലും തമ്പുരാന് പണി തന്നിരിക്കണമല്ല, പോണ വഴിക്ക് കയറി തമ്പുരാന് പണി കൊടുത്തിരിക്കണതാണ്. അപ്പം അത്രയും പ്രാധാന്യമേ ഉള്ളൂ. നമ്മൾ അഡ്രസ്സ് ചെയ്യരുത്. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് കഴിഞ്ഞാൽ അവരെ ഉടമ്പടി എടുത്ത് ഇതിന് വേണ്ടി തന്നെയാണ് വന്നതെന്ന് നമ്മൾ നോക്കണം. കർത്താവിൻ്റെ കാര്യം ഇത് ഭയങ്കര സീരിയസ് ആയല്ലേ, സത്യസന്ധമായ കാര്യമാണ്. ഞാൻ അച്ഛന്മാരെ എല്ലാം വിളിച്ചത് മുറി ഇരുത്തി കറക്റ്റ് കാര്യം പറയും. എന്താ കഴിച്ചാൽ അച്ഛന്മാർക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ല അഭിഷേകം മേടിച്ചിരിക്കണത്, അങ്ങനെ പ്രാർത്ഥിച്ചേക്കാം. ഞാൻ അത്രയും കയ്യൊന്നും നിങ്ങളണ്ട. എന്താ കാര്യം, ഈ കക്ഷി ഇതിനു വേണ്ടിയാണ് വന്നത്. ഇത് ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. ലോകത്തിൽ ഇവിടെ മാത്രം എന്താ ഉടമ്പടി തരാൻ കാര്യം? അത് ഒറ്റ ചിന്ത പോരെ, അത് നിലനിൽപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് നമ്മുടെ ചുണ്ട് ചലിപ്പിച്ചാലും കർത്താവിന് പ്രയോജനം ഉണ്ടാകണം തന്നെ ഞാൻ ഈ 30 കൊല്ലം ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിലുള്ള നിപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ കർക്കശ്യമാണ്. നമ്മൾ കൊടുക്കുന്ന പൊന്നിനേക്കാളും തങ്കത്തെക്കാളും വരെയുള്ള ദൈവത്തിൻ്റെ കൃപയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങുന്നവന് ആ ബോധം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ ബോധം ഉണ്ടാക്കും. അത് ആ ബോധം ഉണ്ടാക്കും. അപ്പം അത് അച്ഛൻ ടോക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾ സത്യസന്ധമായിട്ട് ആണ് വിഷയം പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവള് ഈ അനിതാട്ടോയി പറഞ്ഞ ഒരു വേറെ കാര്യമുണ്ട്. അനിതാട്ടോയി പറഞ്ഞേ, എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വന്ന ക്യാൻസർ ഇല്ലെന്ന് തെളിഞ്ഞ്, പക്ഷേ എന്നാലും ആ പുഴ കളയണ്ടേ, അപ്പോൾ മൂക്കിൽ കൂടി ട്യൂബ് ഇടേണ്ടി വരും. അപ്പോൾ അനിതാട്ടോയി പറയണേ, എൻ്റെ മൂക്കിലൊരു കുരു ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, മൂക്കിലൂടെ ട്യൂബ് കയറ്റി കഴിയുമ്പോൾ ആ കുരുവൽ ഉരഞ്ഞാൽ എനിക്ക് ഭയങ്കര സീനാകും, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ട് ബിഷോപ്രമാണെങ്കിലും മൂക്കിനകത്ത് കൈയിട്ട് തേച്ച്, അത് കാണാനില്ലെന്ന്. അതെന്ന് നമ്മൾ സത്യസന്ധമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ സത്യസന്ധമായിരിക്കും ദൈവം സത്തയിൽ തന്നെ സത്യസന്ധനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സത്യാവസ്ഥ നിങ്ങളും കൂടി സത്യമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ദൈവം സത്യത്തിൽ തന്നെ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. നമ്മളാണെങ്കിൽ പ്രശ്നം, നമ്മൾ കൂടി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്നാണെന്നറിയാം സ്പീഡപ്പ് ആകണത്. സാക്ഷ്യങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങ് ഈ സത്യയിൽ തന്നെ സത്യസന്ധനാണ്. അങ്ങയുടെ നാമത്തിലെ സുവിശേഷം ജീവിക്കുമ്പോഴേ എനിക്കും സത്യസന്ധത പാലിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവമേ വരണമേ, ദൈവമേ വരണമേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി ദൈവമേ വരണമേ,
എന്റെ ഉള്ളിൽ വസിക്കാൻ